ഫ്രീ ആവുന്നതിന് മുമ്പ് നമുക്ക് ശ്രേണത ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഞാനൊരു വട്ടം ഏതോ ഭാഗം തൃശ്ശൂരിനാണോ എനിക്ക് അല്ല കാലിക്കത്ത് വരുന്ന സമയത്ത് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് പുതിയ കഥ ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് അവിടെ ഇറങ്ങാൻ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ലോകത്തിൽ എന്ത് കേസ് നടന്നാലും ആ കേസിലൊക്കെ കുണ്ടനുണ്ടാവും അനുഭവം. ഫ്രീ ആവുന്നതിന് മുമ്പ് നമുക്ക് ശ്രേണത ഉണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. അതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, നമുക്കും അറിയില്ല. ആ സമയത്ത് ഞാനൊരു വട്ടം ഏതോ ഭാഗം തൃശ്ശൂരിനാണോ എനിക്ക് അല്ല കാലിക്കത്ത് വരുന്ന സമയത്ത് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു തൃശ്ശൂരിനാണോ എന്നറിയില്ല, തൃശ്ശൂരിനാണോ എനിക്ക് അല്ല കാലിക്കത്ത് വരുന്ന സമയത്ത് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് തൃശ്ശൂരിനാണോ എന്നറിയില്ല, കാലിക്കറ്റിന്ന് ഞാൻ വരുന്ന സമയത്ത് തൃശ്ശൂര് കാലിക്കറ്റ്. അപ്പൊ ഈ തൃശ്ശൂർ വടക്കഞ്ചേരി ഒക്കെ ആയിട്ടായിരിക്കും. ഇയാളോട് എങ്ങോട്ടെങ്കിലും പോവാൻ പറയാൻ തീരുമാനിച്ചേ ദയവ് ചെയ്തൊന്ന് മാറി നിൽക്കൂ. ഇതിൽ ഇടപെടാൻ പറ്റുമോ? എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയണ്ട പൊന്ന് നായിന്റെ മോനെ. ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കല്ലേ ജി. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. ഇനി എന്തോന്ന് കളയാൻ? ഇതൊക്കെ സത്യമാണോന്ന് ആർക്കറിയാം. വായ പൊളിച്ച നുണ പറയാനല്ലാതെ ഈ നായിന്റെ മോൻ എന്തിനാ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. പറഞ്ഞു ഓൾറെഡി എനിക്ക് അവിടെ ഇറങ്ങാൻ പേടിയാണ്. എന്നെ ഈ സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞപ്പോ വളരെ മാന്യമായിട്ടാണ് എനിക്ക് KSRTC ആൾക്കാർ എന്നെ അവിടെ ഇറക്കി തന്നത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. ഓ വളരെ മനക്ക് അവിടെ വേണമെന്ന് പറഞ്ഞപ്പോ മാന്യമായിട്ട് ഒരാണല്ലോ നായേ. അതിനെ തിരിച്ച് എനക്കൊരു അനുഭവം ഉണ്ടായത്. എനിക്ക് തൂറാൻ മുട്ടിയിട്ടാണെങ്കിൽ പറയണ എടോ തൂറാൻ മുട്ടണെന്ന് പറഞ്ഞ പോരെ. യാണല്ലേ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. എനിക്ക് അതിനെന്ത് പ്രശ്നം? തിരിച്ച് ഭയങ്കര ഇതൊക്കെ ശ്രേണത ഉണ്ടായിട്ട് എന്ത് ശ്രേണത ഉണ്ടാണ് എനിക്ക്. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? ഓഫ്കോഴ്സ് അവർ കേൾക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുക്കളയിലാക്കി കൊടുത്തിട്ടാണ് KSRTC പോയത്. അവർക്ക് അതാണല്ലോ പണി, ഈ കുണ്ടന്റെ പിന്നാലെ നടക്കല്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്ത് കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല, ഞാൻ സത്യം പറയട്ടെ, ഇത് കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോട്ടെ. ശരിയേട്ടാ. ശരി.